Today, I wish to address government parents and students regarding the class 12. I understand parents' anxiety and resistance when the baby evaluation introduced by CBSE. നിങ്ങൾ കണ്ടത് രാജ്യത്തെ CBSE സ്കൂൾ പ്രിൻസിപ്പൽസ് ആയിട്ടുള്ള ചില ആളുകളാണ്. പ്രിൻസിപ്പൽ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽ അവർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ പുറത്തുവിട്ട ചില ന്യായീകരണങ്ങൾ. എന്താ ന്യായീകരണങ്ങൾ? CBSE സ്കൂൾ തലത്തിൽ നടത്തിയിരിക്കുന്ന പരീക്ഷയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും വലിയ രീതിയിലുള്ള വീഴ്ചകളും വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളും വലിയ രീതിയിലുള്ള അട്ടിമറികളും നടന്നിരിക്കുകയാണ്. രാജ്യത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്താണ് എന്ന് പറഞ്ഞാൽ 1 മുതൽ LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഇടങ്ങളിൽ. അപ്പോൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പോലും ക്രമക്കേടുകളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രമക്കേടുകൾ നടന്നു. ഒരു പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ പോലും അട്ടിമറികൾ നടത്തി അവിടുത്തെ ഈ പരീക്ഷകളെയും അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളെയും അട്ടിമറിച്ച് സ്വന്തക്കാർക്ക് വേണ്ടിയും ബന്ധുക്കാർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ പലതും മാറ്റിമറിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വേദാന്ത് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടു. ഫിസിക്സ് എക്സാമിൻ്റെ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് എഴുതിയ പരീക്ഷ ആൻസർ റിസൾട്ട് വന്നിരിക്കുമ്പോൾ ഫിസിക്സ് എക്സാമിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റീവാല്യുവേഷന് വേണ്ടി കൊടുത്തു, ഉത്തരക്കടലാസിന് വേണ്ടി കൊടുത്തു, അപേക്ഷ കൊടുത്തു. അങ്ങനെ ഉത്തരക്കടലാസ് കിട്ടി നോക്കുമ്പോൾ പേരും റോൾ നമ്പറും രജിസ്റ്റർ നമ്പറും ഒക്കെ കൃത്യമായിട്ട് വേദാന്തിൻ്റെ തന്നെയാണ്. പക്ഷേ ആൻസർ ഷീറ്റിലുള്ള കൈയക്ഷരവും ആൻസർ എഴുതിയിരിക്കുന്നതും വേദാന്തല്ല, മറ്റൊരാളാണ്. അങ്ങനെ വലിയ ഇഷ്യൂ ആയി. നോക്കുമ്പോൾ CBSE പറഞ്ഞത് അത് മിസ്റ്റേക്കാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിക്കണം, 12ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാര്യമാണ്. ഒരു വളർന്നു വരുന്ന യുവതലമുറയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘട്ടം, ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഘട്ടം. അവിടെ ആ വിദ്യാർത്ഥി എഴുതിയ പരീക്ഷ ഉത്തരക്കടലാസ് കാണുന്നില്ലെന്ന് മാത്രമല്ല, ആ വിദ്യാർത്ഥിയുടെ പേരിൽ മറ്റാരോ എഴുതിയ ഒരു ഉത്തരക്കടലാസ്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്തെ പരീക്ഷാക്രമങ്ങളും പരീക്ഷകളും വിദ്യാഭ്യാസ രംഗവും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ CBSEയുടെ ബോർഡ് തന്നെ ഈ പ്രിൻസിപ്പൾസിനൊക്കെ ഒന്നായിട്ട് ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങൾ കണ്ടതിൽ 5 പ്രിൻസിപ്പൾമാരുണ്ട്. ഈ 5 പേരും സംസാരിക്കുന്നത് വള്ളി പുള്ളി തെറ്റാതെ, കുത്തും കോമയും തെറ്റാതെ, ഒരു അക്ഷരത്തിനോ ഒരു സെന്റൻസിനോ ഒരു ഫുൾ സ്റ്റോപ്പിനോ ഒരു കോമക്കോ ഒരു മാറ്റവും ഇല്ലാതെ ഒരേ സംസാരം, ഒരേ വാക്കുകൾ, ഒരേ സെന്റൻസുകൾ. സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളതിന് ഇനി വേറെ തെളിവുകൾ വേണോ? ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി ജനങ്ങൾ ഇത് കണ്ട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഈ വീഡിയോകൾ പല പ്രിൻസിപ്പൽമാരും നീക്കം ചെയ്തു സോഷ്യൽ മീഡിയകളിൽ നിന്ന്. അപ്പൊ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം താറുമാറായിരിക്കുന്നു അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകേണ്ട ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഏതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പലപ്പോഴും ഇതാണെന്ന് പറയാനുള്ള പല കാരണങ്ങളുണ്ട്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തവരോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവരോ ആണെങ്കിൽ, ഇപ്പം നമ്മൾ മലയാളികൾക്കൊക്കെ വലിയ സുപരിചിതമായ 2 രാജ്യം പറയാം ഞാൻ. 2 രാജ്യം. ആ 2 രാജ്യങ്ങളിൽ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാകും. നിങ്ങൾ പല ആളുകളും ജോലിക്ക് പോയിട്ടുണ്ടാകും, അല്ലാതെ പോയിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ മലയാളികൾ മിക്ക ആളുകൾക്കും പരിചയമുള്ള 2 രാജ്യം. ഒന്ന് ഒമാനാണ്, ഒന്ന് UAE ആണ്. ഈ 2 രാജ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. ഈ 2 രാജ്യങ്ങളിലെ വ്യത്യാസങ്ങൾ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ UAE പോയവരാണെങ്കിൽ അവിടെ ടാക്സി ഡ്രൈവറായിട്ട് നിങ്ങൾക്കൊരു സ്വദേശിയെ കാണാൻ കഴിയില്ല. അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് നിങ്ങൾക്കൊരു സ്വദേശിയെ കാണാൻ കഴിയില്ല.
UAE സ്വദേശികൾ പൗരന്മാരായിട്ടുള്ള വ്യക്തികളൊക്കെ ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഹയറാർക്കിയിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അവർ വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അവർ വലിയ സാമ്പത്തിക ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും. വലിയ എന്താ പറയേണ്ടത്, ജോലികളിൽ, വലിയ സ്ഥാനമാനങ്ങളിൽ, വലിയ പൊസിഷനുകളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. എന്നാൽ മസ്കറ്റിൽ, ഒമാനിൽ പോയി കഴിഞ്ഞാലോ അവിടെ നിങ്ങൾക്ക് ടാക്സി ഡ്രൈവറായിട്ട് സ്വദേശികളെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് സ്വദേശികളെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസപരമായിട്ട് ആനയും മണ്ണാനും തമ്മിലുള്ള അന്തരം ഈ രണ്ട് പൗരന്മാർക്കിടയിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന UAE എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ഷെയ്ഖ് സായിദ് ഇങ്ങനെ ഇത് പല എമിറേറ്റ്സുകൾ ചേർന്ന് ഒരു രാജ്യമായി രൂപീകൃതമായതിന് തൊട്ടു പിന്നാലെ ഷെയ്ഖ് സായിദ് നടത്തിയത് എന്താ? അവിടുത്തെ പൗരന്മാർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതായിരുന്നു. വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി സ്കോളർഷിപ്പ് നൽകി വിദേശ രാജ്യങ്ങളിൽ അടക്കം അയച്ച് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സംവിധാനം അവിടുത്തെ ഗവൺമെൻറ് ഏർപ്പാടാക്കി ചെയ്തു. അതിനു വേണ്ട എല്ലാ എക്സ്പെൻസുകളും ഗവൺമെൻറ് മീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഷെയ്ഖ് സായിദ് അവിടുത്തെ പൗരന്മാരെ വളർത്തി വലുതാക്കിയത്. ഇന്നിപ്പോൾ UAE സ്വയം പര്യാപ്തമായി എന്ന് മാത്രമല്ല, അവിടുത്തെ പൗരന്മാരൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആയി മാറി. അങ്ങനെയാണ് അവർ ആ രാജ്യത്തെ കെട്ടുപടുത്തിയത്. എന്നാൽ നമ്മളെ രാജ്യത്തോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രാഥമികമായ വിദ്യാഭ്യാസ മേഖല പോലും കുത്തഴിഞ്ഞ് താറുമാറായി, അതിൽ പോലും ക്രമക്കേടുകളുടെ ഒരു കൂമ്പാരമായി മാറിയിരിക്കുകയാണ് അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതേ 12ാം ക്ലാസ്സിലെ CBSE പരീക്ഷയിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതെങ്കിൽ, ഇതുപോലെ തന്നെയാണ് ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്തത് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് എക്സാമുകളിൽ, നീറ്റ് എക്സാമുകളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നീറ്റ് എക്സാമുകൾ അത്രയും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്നു, ഉത്തരങ്ങൾ മറ്റു പലരും എഴുതുന്നു, ഉത്തരങ്ങൾ എഴുതാൻ പല സംവിധാനങ്ങൾ അല്ലേ? ഇന്നത്തെ കാലത്തെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് പരീക്ഷകളിൽ ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വരുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു. മൊബൈൽ ഫോൺ അടക്കം ഉപയോഗിച്ച് ChatGPTയും AI സംവിധാനങ്ങളും ഉപയോഗിച്ച് പരീക്ഷ എഴുതുന്നതിൻ്റെ, നീറ്റ് എക്സാമിന് അറ്റൻഡ് ചെയ്തതിൻ്റെയും പല രീതിയിലുള്ള ഈ പറയുന്ന എന്താ പറയേണ്ടത്, എൻട്രൻസ് എക്സാമുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോണ്, AI സംവിധാനങ്ങൾ, ChatGPT പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു നരേന്ദ്രമോദിക്ക് കീഴിൽ എന്നുള്ളതാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ ചിന്ത എന്താണ്? വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതിനുള്ള എന്തെങ്കിലും പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആകെ ചിന്തിച്ചത് PM ശ്രീയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമാണ്. എന്താ ഈ രണ്ട് പദ്ധതികളും? രാജ്യത്തിൻ്റെ ചരിത്രങ്ങളെ വളച്ചൊടിക്കുക, രാജ്യത്തിൻ്റെ ചരിത്രങ്ങളെ വെട്ടിമാറ്റുക, രാജ്യത്തിൻ്റെ പോരാട്ടങ്ങളെ വെട്ടിമാറ്റുക, രാജ്യത്ത് RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കുക, ബ്രിട്ടീഷുകാരൻ്റെ മുന്നിൽ കാല് നക്കിയവൻ്റെയും ഷൂ നക്കിയവൻ്റെയും ചരിത്രം വെട്ടിമാറ്റിയിട്ട് അവനെ രാഷ്ട്രപിതാവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അല്ലേ? രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ഒരു പങ്കുമില്ലാത്ത സംഘ് പരിവാറുകാരെ രാജ്യത്തെ കെട്ടുപടുത്ത രാജ്യത്തിൻ്റെ പിതാക്കന്മാരാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് പരിഷ്കാരങ്ങളാണ് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ളത്? ഇതിനപ്പുറത്തേക്ക് എന്ത് മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നരേന്ദ്രമോദിയും സംഘ് പരിവാരവും BJPയും കൊണ്ടുവന്നിട്ടുള്ളത്? ഇവരൊന്നും മാറ്റങ്ങളും പരിഷ്കരണങ്ങളും കൊണ്ടുവന്നിട്ടില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുവാനുള്ള എല്ലാ പണികളും എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വിശ്വഗുരു എന്ന് സ്വയം അവകാശപ്പെടുന്ന നരേന്ദ്രമോദി, വിശ്വഗുരു എന്ന് സ്വയം അവകാശപ്പെടുന്ന നരേന്ദ്രമോദി, പിണറായി വിജയൻ എന്ന് പേര് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, രണ്ടും ഒന്നാ.
ഒന്ന് ഡൽഹിയിലാണ്, ഒന്ന് കേരളത്തിലാണ്. ഒന്ന് ജുബയും പൈജാമയും ഇട്ട ആളാണെങ്കിൽ മറ്റാൾ മുണ്ടുടുത്ത മോഡിയാണ്. രണ്ടും സെയിം. രാജ്യത്തിനെ കുറിച്ചോ നാടിനെ കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ഈ നാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചോ യാതൊരു ബോധങ്ങളും ഇല്ല. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്ക് 36,000 കോടി രൂപ ചെലവിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നാഷണൽ ഹൈവേ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നരേന്ദ്രമോദി ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാ ചിന്തിക്കുന്നത്? പെട്രോളിൻ്റെ വിലയാണെങ്കിൽ, ഇന്ധനങ്ങളുടെ വിലയാണെങ്കിൽ, ഇന്ധനക്ഷാമമാണെങ്കിൽ, നാണയപ്പെരുപ്പമാണെങ്കിൽ, രൂപയുടെ മൂല്യത്തകർച്ചയാണെങ്കിൽ ഒരു ഭാഗത്ത് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. വളർന്നു വരുന്ന തലമുറക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അവിടങ്ങളിൽ അട്ടിമറികളും കൊള്ളയും കൊള്ളിവെപ്പും മാത്രമാണ് അവിടെ നടന്നത്. ക്രമക്കേടുകളുടെ ഒരു കൂമ്പാരമായിട്ട് വിദ്യാഭ്യാസ മേഖല. ഇതൊക്കെ രാജ്യത്ത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയും സംഘ് പരിവാറും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിന്തിക്കുന്നത് ബീഫിനെ കുറിച്ച്, ചിന്തിക്കുന്നത് പശുവിനെ കുറിച്ച്, ചിന്തിക്കുന്നത് വന്ദേ മാതരത്തെക്കുറിച്ച്, ചിന്തിക്കുന്നത് വസ്ത്രങ്ങളെക്കുറിച്ച്, വിശ്വാസങ്ങളെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ച്, കൊന്തയെക്കുറിച്ച്, കുരിശുമാലയെക്കുറിച്ച്, പ്രാർത്ഥനകളെക്കുറിച്ച്, ഇതിനൊക്കെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഇതാണോ രാജ്യത്തിന് ആവശ്യമുള്ളത്? ഇതിനെക്കുറിച്ചാണോ വലിയ ചിന്തകൾ വേണ്ടത്? ഇതിനെക്കുറിച്ചാണോ വലിയ ചർച്ചകൾ വേണ്ടത്? ഇതിനെക്കുറിച്ചാണോ വലിയ നിയമങ്ങൾ വേണ്ടത്? രാജ്യത്തിൻ്റെ യുവതലമുറയുടെ ഭാവിയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഒരു ആക്യുറസി, ഒരു കൃത്യത അത് കൊണ്ടുവരാൻ സാധിക്കാത്ത, എല്ലാ തരത്തിലും പരാജയമായിട്ടുള്ള, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ 12ാം ക്ലാസ്സിലെ പരീക്ഷ, CBSE ബോർഡിലെ 12ാം ക്ലാസ്സിലെ പരീക്ഷ നടത്തിപ്പിൽ പോലും ഭൂലോക തോൽവിയായിട്ടുള്ള ഒരു രാജ്യം അല്ലേ? നമ്മുടെ രാജ്യമാണ്. പറയുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വളർന്നു വരുന്ന തലമുറ അവർ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായ അവഗാഹം നേടി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടം. നിങ്ങളൊരു കാര്യം, ഇപ്പം ഈ വേദാന്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഫിസിക്സ് പരീക്ഷയിൽ തോറ്റെന്ന് റിസൾട്ട് ആദ്യം വരുന്നു, റീവാലുവേഷന് കൊടുക്കുന്നു, ഉത്തരക്കടലാസ് കിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്നു. ഉത്തരക്കടലാസ് കിട്ടിയപ്പോൾ താൻ എഴുതിയ ഉത്തരക്കടലാസ് അല്ല അത്. വേദാന്തിൻ്റെ തന്നെ മറ്റുള്ള ഉത്തരക്കടലാസുകളും വേദാന്തിൻ്റെ കഴിഞ്ഞ റെക്കോർഡുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് അപ്പടിയെ മാറ്റം. എന്നിട്ട് CBSE ബോർഡ് എന്താ പറഞ്ഞത്? അത് സിസ്റ്റം എറർ ആയതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ വിദ്യാർത്ഥി ഇങ്ങനെ ഒരു റീവാലുവേഷന് പോയിട്ടില്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് ഉപരിപഠനത്തിലേക്ക് പോകേണ്ട വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആയുസ് മൊത്തം, ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്കല്ലേ പോയത്. എന്നിട്ട് ആ വിദ്യാർത്ഥി ഇതൊക്കെ ചോദ്യം ചെയ്തതിന് ആ വിദ്യാർത്ഥിയെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്ന സംഘ് പരിവാർ, പാകിസ്ഥാനി എന്ന് വിളിക്കുന്ന സംഘ് പരിവാർ. ഇന്നലെയും നമ്മൾ കണ്ടു ഒരു 14 വയസ്സുള്ള ദളിത് വിദ്യാർത്ഥിനിയെ ക്ഷേത്രത്തിൽ വെച്ച് പീഡിപ്പിച്ചു. ആര്? പൂജാരി പീഡിപ്പിച്ചു, ഒരു പണ്ഡിറ്റ് പീഡിപ്പിച്ചു. എന്നിട്ടോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈ പറയുന്ന പൂജാരിമാരൊക്കെ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ പ്രതിഷേധം നടത്തുക. മറ്റൊരു വീഡിയോയും നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഒരു ദളിത് വിദ്യാർത്ഥി അമ്പലത്തിൽ പ്രവേശിച്ചതിൻ്റെ പേരിൽ ഉന്നത ജാതിയിൽപ്പെടുന്ന മേൽജാതിയിൽപ്പെടുന്ന ആളുകൾ ആ വിദ്യാർത്ഥിയെ അടിക്കുന്ന വീഡിയോ, മർദ്ദിക്കുന്ന വീഡിയോ, ശിക്ഷിക്കുന്ന വീഡിയോ. എന്നിട്ട് ആ ശിക്ഷിക്കുന്ന വീഡിയോയിൽ രാജ്യത്തെ നിയമപാലകരായിട്ടുള്ള പോലീസുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. രാജ്യം എങ്ങോട്ടാ പോകുന്നത്? ചിന്തകൾ വേണ്ടത് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, രാജ്യത്തെ സമ്പദ് മേഖലയെക്കുറിച്ച്, സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, ഇവിടുത്തെ ഇന്ധനക്ഷാമത്തെക്കുറിച്ച്, രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ച്, നാണയപ്പെരുപ്പത്തെക്കുറിച്ച്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചും ആലോചിച്ചും ചർച്ച ചെയ്തും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരം ചർച്ചകളെയും പശുവിനെക്കുറിച്ച്, ബീഫിനെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച്
ഇത് മാത്രമാണ് ചർച്ചകൾ അത്രയും നടക്കുന്നത് എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഭൂലോക പരാജയമായിട്ടുള്ള ഒരു ഗവൺമെന്റ് രാജ്യം ഭരിക്കുകയാ. ആകെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താ? വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ജനങ്ങളെ വിഭജിച്ച് ജനങ്ങളെ രണ്ട് ചേരിയിലാക്കി ഈ രാജ്യത്തെ പൗരന്മാരെ പല രീതിയിൽ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് അധികാരം നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം അധപ്പതിച്ച് ഭൂലോക തോൽവിയായ ഒരു ഭരണകൂടത്തിന് കീഴിലാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന രാജ്യത്തെ എല്ലാ പുരോഗതികളും, ഈ രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഈ രാജ്യത്തിൻ്റെ യശസ്സും എല്ലാം മുൻകാലങ്ങളിൽ രാജ്യം ഭരിച്ചിട്ടുള്ള പല ആളുകളുടെയും സംഭാവനകൾ മാത്രമാണ്. അവര് തുടങ്ങി വെച്ചത്, അവര് കൊണ്ടുപിടിച്ചത്, അവര് നടപ്പിലാക്കിയത്, അത് മാത്രമാണ് നമുക്കിന്ന് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ മാത്രമായിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷക്കാലം നരേന്ദ്രമോദി കാട്ടിക്കൂട്ടുന്നത് അത്രയും വിദ്യാഭ്യാസ മേഖല ഏറ്റവും തകർന്ന് തരിപ്പണമായ ഒരു മേഖല വിദ്യാഭ്യാസ മേഖലയാ. എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ ഭൂലോക പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള, ആ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.